അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശാന്തവും അനുഗ്രഹീതവുമായ ഒരു ഉച്ചസമയം. മസ്ജിദുൽ ഹറാമിൻ്റെ പുണ്യപരിസരമായിരുന്നു അത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ വിശുദ്ധ കഅബയെ വലം വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയായിരുന്നു. അവർ പ്രാർത്ഥനകൾ ഉരുവിട്ടും കണ്ണുനീർ പൊഴിച്ചുമൊക്കെയുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ശാന്തത ഉൾക്കൊണ്ടും മുന്നോട്ടു നീങ്ങി. എന്നാൽ അന്നവിടെ ഉണ്ടായിരുന്നവരെ മാത്രമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ ലോകം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. പെട്ടെന്ന് കഅബയുടെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിലുള്ള ഒരു മുട്ടൽ മുഴങ്ങി. ആദ്യം ആളുകൾ കരുതിയത് അത് കാറ്റോ കെട്ടിടത്തിൻ്റെ ശബ്ദമോ ആയിരിക്കുമെന്നാണ്. എന്നാൽ ശബ്ദം കൂടുതൽ ഉച്ചത്തിലും വേഗത്തിലുമായപ്പോൾ പരിഭ്രാന്തി പടർന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കഅബയ്ക്ക് ചുറ്റും ഒരു വലയം തീർത്തു. തവാഫ് നിലച്ചു. ആളുകൾ മൊബൈൽ ഫോണുകൾ ഉയർത്തിപ്പിടിച്ചു. ചില തീർത്ഥാടകർ ഭയന്ന് നിലവിളിച്ചു. എന്തോ കാര്യമായ കുഴപ്പമുണ്ടായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ സൗദി അധികൃതരെ വിവരമറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ മക്ക ഗവർണറും റോയൽ ഗാർഡിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. എന്നാൽ ഈ സംഭവം മുമ്പെങ്ങുമില്ലാത്ത ഒന്നായിരുന്നു. കിരീടാവകാശിയായ രാജകുമാരൻ തന്നെ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും കൂടുതൽ അമ്പരന്നു. അപൂർവമായ പുണ്യ സന്ദർഭങ്ങളിൽ മാത്രം തുറക്കുന്ന കഅബയുടെ വാതിൽ തുറക്കാൻ തീരുമാനമായി. കഅബയുടെ സ്വർണം പൂശിയ ഭാരമേറിയ വാതിൽ പതിയെ ശബ്ദത്തോടെ തുറന്നപ്പോൾ എല്ലാ ക്യാമറകളും അതിലേക്ക് കേന്ദ്രീകരിച്ചു. ലോകം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരുന്നു. ആ പുണ്യച്ചുവരുകൾക്കുള്ളിൽ എന്താണുള്ളതെന്ന് ആരും സങ്കൽപ്പിച്ചിരുന്നില്ല. കഅബയുടെ ഉള്ളിലെ സുഗന്ധം വിശദീകരിക്കാനാവാത്ത പുരാതനമായ ഒരു രഹസ്യവുമായി കൂടിക്കലർന്നു. തുടർന്ന് പുറത്തുവന്ന കാഴ്ച മറ്റൊരു കാലഘട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ നിന്നോ ഉള്ളതുപോലെയായിരുന്നു. എല്ലുന്തിയ ഏകദേശം അസ്ഥികൂടം പോലുള്ള ശരീരവും ഇളം നീല നിറത്തിൽ തിളങ്ങുന്ന കണ്ണുകളും മഞ്ഞുപോലെ വെളുത്ത താടിയുമുള്ള ഒരു വൃദ്ധനല്ല, ഒരു പുരാതന സത്വം ഒരു മൂലയിൽ ശാന്തനായി ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ ആക്രമണ സ്വഭാവമോ പരിഭ്രമമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം നേർത്തതായിരുന്നെങ്കിലും അതിനൊരു അധികാരമുണ്ടായിരുന്നു. ഈ വാതിൽ വീണ്ടും തുറക്കുന്നതിനായി ഞാൻ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞു. കാവൽക്കാർ മുന്നോട്ട് കുതിച്ചെങ്കിലും രാജകുമാരൻ കൈകൊണ്ട് അവരെ തടഞ്ഞു. ആ മനുഷ്യൻ തുടർന്നു, എനിക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കണം. അദ്ദേഹം ധരിച്ചിരുന്നത് ഇന്നാർക്കും പരിചയമില്ലാത്ത പരുക്കൻ നെയ്ത തുണികൊണ്ടുള്ള പുരാതന വസ്ത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അരയിൽ ഒരു ചെറിയ തുകൽ സഞ്ചി തൂങ്ങിക്കിടന്നിരുന്നു. അതിൽ ആധുനിക പണ്ഡിതന്മാർ കണ്ടിട്ടില്ലാത്ത ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ബോധരഹിതനായി വീണു. ഇസ്ലാമിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ള പുണ്യാത്മാക്കളുടെ വിവരണങ്ങളുമായി ആ കണ്ണുകൾക്ക് സാമ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആകെ പരിഭ്രമിച്ച രാജകുമാരൻ തന്റെ പണ്ഡിതന്മാരോടും ഉപദേഷ്ടാക്കളോടും എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെയൊരു ജീവിയെ ആരും കണ്ടിട്ടില്ലായിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരാൾ കഅബയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടന്നതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല. എങ്ങനെ അദ്ദേഹം അതിജീവിച്ചു? ആരാണ് അദ്ദേഹത്തെ പൂട്ടിയിട്ടത്? ആരായിരുന്നു അദ്ദേഹം? ചോദ്യങ്ങൾ ഉയർന്നു. ഒടുവിൽ രാജകുമാരൻ അദ്ദേഹത്തെ സൗമ്യമായി പുറത്തുകൊണ്ടുവരാൻ ഉത്തരവിട്ടു. ആ മനുഷ്യൻ വളരെ ദുർബലനായിരുന്നതിനാൽ രണ്ടുപേർക്ക് അതീവ ശ്രദ്ധയോടെ അദ്ദേഹത്തെ താങ്ങിപ്പിടിക്കേണ്ടി വന്നു. ഒരു മെഡിക്കൽ സംഘം അദ്ദേഹത്തെ സമീപിച്ചെങ്കിലും അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു, എന്നെ ആ കറുത്ത കല്ലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അദ്ദേഹത്തെ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പള്ളിയിലാകെ ഒരു വിചിത്രമായ നിശബ്ദത തളം കെട്ടി. സമയം പോലും നിലച്ചുപോയതുപോലെ. കഅബയ്ക്ക് മുകളിലൂടെ പറന്നിരുന്ന പ്രാവുകൾ പോലും നിശ്ചലമായതുപോലെ തോന്നി. അദ്ദേഹം പതുക്കെ ആ പുണ്യശിലയിലേക്ക് ചാഞ്ഞു. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ അതിൽ സ്പർശിച്ചതും അദ്ദേഹം തന്റെ അവസാന ശ്വാസമെടുത്തു. ആരായിരുന്നു ഈ മനുഷ്യൻ? ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം ഒരു പ്രവാചകനാൽ തടവിലാക്കപ്പെട്ട ജിന്നാണെന്ന് ചിലർ വാദിച്ചു. മറ്റു ചിലർ അദ്ദേഹം ആദ്യ തലമുറയിലെ മറന്നുപോയ ഒരു പുണ്യാത്മാവാണെന്ന് പറഞ്ഞു. ആധുനിക പോഷകങ്ങളുടെയോ സാങ്കേതിക വിദ്യയുടെയോ ഒരു ലക്ഷണവും കാണിക്കാത്ത അദ്ദേഹത്തിന്റെ ശരീരം പഠിക്കാൻ ഗവേഷകരുടെയും മതപണ്ഡിതരുടെയും ഒരു സംഘത്തെ നിയമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ചർമ്മത്തിൽ പുരാതന അറബിയിൽ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം വേറിട്ടു നിന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തൂക്കിയിരുന്ന ഒരു പതക്കത്തിൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ പ്രവാചകനായ ഹൂദ് എന്ന് കൊത്തിവെച്ചിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഒരു ദാസനായിരുന്നോ?
ഒരു സന്ദേശം നൽകാനായി ദൈവികമായി സംരക്ഷിക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹം. പ്രവാചകന്മാരോടൊപ്പം നടന്ന ഒരു സമൂഹത്തിന്റെ അവസാനത്തെ കണ്ണികളിൽ ഒരാളായിരിക്കുമോ അദ്ദേഹം? ചില പുരാതന ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പുണ്യസ്ഥലങ്ങളുടെ നിഗൂഢ സംരക്ഷകരെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രായവും അറിവും കൊണ്ട് അനുഗ്രഹീതരായ ഒരു നിശ്ചിത ദൈവിക സമയം വരെ മറഞ്ഞിരിക്കുന്ന വ്യക്തികൾ. ഈ മനുഷ്യൻ അവരിൽ ഒരാളായിരിക്കുമോ? ഈ വാർത്ത പുറത്തുവന്നപ്പോൾ ഇത്രയും അത്ഭുതകരമായ ഒരു സംഭവത്തിന് കാരണമായ ഈ കല്ലെന്താണെന്ന് ലോകമറിയാൻ ആഗ്രഹിച്ചു. ഹജറുൽ അസ്വദ് അഥവാ കറുത്ത കൽക്കാബയുടെ കിഴക്കേ മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്വർഗമായ ജന്നത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്നും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഇബ്രാഹിം നബിക്ക് നൽകിയതാണെന്നും മുസ്ലിംകൾ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ വെളുത്തതും ശുദ്ധവുമായിരുന്ന ഈ കല്ലാദം സന്തതികളുടെ പാപങ്ങൾ കാരണം കറുത്തതായി മാറി. എന്നിട്ടും അതൊരു പുണ്യശേഷിപ്പായി നിലകൊള്ളുന്നു. അതൊരു കല്ലിനേക്കാൾ ഉപരി ഒരു സാക്ഷ്യമാണ്. ആധികാരിക ഹദീസുകൾ അനുസരിച്ച് ആത്മാർത്ഥമായി അതിനെ സ്പർശിച്ചവർക്കുവേണ്ടി അന്ത്യനാളിൽ അതൊരു സാക്ഷിയായിരിക്കും. നബിതങ്ങൾ തന്നെ അതിനെ ചുംബിക്കുകയും അദ്ദേഹത്തിന്റെ അനുചരന്മാർ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ആ മാതൃക പിന്തുടരുകയും ചെയ്തു. ആ കല്ലിനെ ആരാധിക്കുകയല്ല, മറിച്ച് പ്രവാചകൻ ചെയ്തതുപോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹദീസ് അനുസരിച്ച് അന്ത്യനാളിൽ ഈ കല്ലിന് കണ്ണുകളും നാവും ഉണ്ടായിരിക്കുമെന്നും ആത്മാർത്ഥതയോടെ അതിനെ ചുംബിച്ചവർക്ക് അനുകൂലമായി അത് സാക്ഷ്യം വഹിക്കുമെന്നും പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ഈ കല്ല് തീവെള്ളപ്പൊക്കം ചരിത്രപരമായ ആക്രമണങ്ങളിൽ തകർക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. നിലവിൽ വെള്ളിച്ചട്ടക്കൂടിൽ ഉറപ്പിച്ച 8 ചെറിയ കഷ്ണങ്ങളായാണ് ഇത് കാണപ്പെടുന്നത്. ഓരോ കഷ്ണവും അതിജീവനത്തിന്റെയും ചരിത്രത്തിന്റെയും ദൈവികതയുടെയും കഥ പറയുന്നു. ആ മനുഷ്യൻ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ശരീരം നിശബ്ദമായി ഒരു വെളുത്ത തുണിയിൽ പൊതിഞ്ഞു. അദ്ദേഹത്തെ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് ആർക്കും അറിയില്ല. മക്കാം ഇബ്രാഹിമിനടുത്താണ് സർക്കാർ അദ്ദേഹത്തെ അടക്കം ചെയ്തതെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നു താമസിയാതെ അദ്ദേഹം അപ്രത്യക്ഷനായി എന്ന്. അദ്ദേഹത്തിന്റെ ശരീരത്തിനു ചുറ്റും ഒരു വിചിത്രമായ മൂടൽമഞ്ഞ് രൂപപ്പെടുന്നത് കണ്ടെന്നും പിന്നീട് നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ചില ദൃക്സാക്ഷികൾ അവകാശപ്പെടുന്നു. അവിടെയുണ്ടായിരുന്നവരുടെ ദൃശ്യങ്ങളും സാക്ഷ്യങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത്. ഒപ്പം അല്ലാഹുവിന്റെ ഭവനം നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന ഓർമ്മപ്പെടുത്തലും. അതൊരു ദൈവിക പരീക്ഷണമാണെന്ന് ചിലർ പറയുന്നു, മറ്റുള്ളവർ അതൊരു മുന്നറിയിപ്പാണെന്നും. ഇന്റർനെറ്റിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ നിറഞ്ഞുവെന്നാൽ പണ്ഡിതന്മാർ ജാഗ്രതയോടെ മൗനം പാലിച്ചു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: അന്ന് ലോകം ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു. അദൃശ്യമായ ലോകം നാം ചിന്തിക്കുന്നതിനേക്കാൾ അടുത്താണെന്നും ഇസ്ലാമിന്റെ ഹൃദയമായ കഅബ ഇനിയും വെളിപ്പെടാനിരിക്കുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഈ സംഭവം ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തി. അദ്ദേഹം ഒരു സംരക്ഷകനായിരുന്നോ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു അടയാളമായിരുന്നോ, അതോ മറന്നുപോയ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നോ? സത്യം പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞേക്കില്ലെങ്കിലും കഅബയുടെ പവിത്രതയെയും ഹജറുൽ അസ്വദിന്റെ പാരമ്പര്യത്തെയും കുറിച്ചുള്ള ഒരു വിസ്മയം ഈ സംഭവം വീണ്ടും ആളുകളിൽ ജനിപ്പിച്ചു. ലോകമെമ്പാടും നിന്ന് ഇത് കണ്ട ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭവനം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. വിശ്വാസം എപ്പോഴും യുക്തിസഹമല്ലെന്നും അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും അത് അവരെ ഓർമ്മിപ്പിച്ചു. അവ വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതിൽ പ്രവേശിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അല്ലാഹു അവന്റെ പുണ്യഭവനത്തെ സംരക്ഷിക്കുന്നത് തുടരട്ടെ. ആമീൻ. യാ അല്ലാഹ്, പരമകാരുണികനും കരുണാനിധിയുമായവനേ, മഹത്തായ സിംഹാസനത്തിന്റെ ഉടയവനെ, വിശ്വാസം നിറഞ്ഞ ഹൃദയത്തോടെയും പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെയും ഞാൻ നിന്നിലേക്ക് വിനയത്തോടെ തിരിയുന്നു. യാ അല്ലാഹ്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണമേ. കപടത, അഹങ്കാരം, സംശയം എന്നിവയിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. യാ റബ്ബ്, എനിക്ക് മാർഗദർശനം വർദ്ധിപ്പിച്ചു തരണമേ. എൻ്റെ ഈമാൻ ശക്തിപ്പെടുത്തണമേ. നിന്റെ ഇച്ഛയ്ക്ക് പൂർണ്ണമായി കീഴ്പ്പെടുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെ കെണികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. യാളാനിൻ്റെ പുണ്യഭവനത്തെ അത്ഭുതങ്ങളും മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും കൊണ്ട് നീ ആദരിച്ചതുപോലെ എൻ്റെ ഹൃദയത്തെ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ആദരിക്കണമേ. ചുറ്റുമുള്ള ലോകം പതറുമ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് എനിക്ക് നൽകണമേ.
ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. നിനക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട അവസ്ഥയിലല്ലാതെ എന്നെ മരിപ്പിക്കരുതേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.